ഹായ് ഹലോ. അപ്പം നമ്മൾ ഇന്ന് ഒരുപാട് പേര് ചെയ്തിട്ടുള്ളൊരു സെഗ്മെൻ്റാണ് ഹി ഓർ ഷീ എത്തുന്നൊരു സെഗ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാൻ. ഇത്രയും പയ്യെ സംസാരിക്കുന്നത് മോളപ്പുറത്ത് ഉറങ്ങുന്നുണ്ട്. അന്ന് കുഞ്ഞുമ്മ ഉണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ, അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളുടെ കുറച്ചൊരു ബഹളം കേട്ടാൽ ചിലപ്പോൾ അവൾ എണീക്കും. അതുപോലെ തന്നെ അപ്പുറത്ത് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് പേപ്പറിൽ ഞങ്ങൾ രണ്ടുപേരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇക്കാര്യം ഞാനാണെന്ന് തോന്നിയാൽ എൻ്റെ പേര് കാണിക്കുക, ഇക്കാണെന്ന് തോന്നിയാൽ ഇക്കാടെ പേര് കാണിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് കൂടുതൽ നമ്മുടെ 3 പേരിലെ മോളെ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ മോളെ പേര് ഇതിലില്ലല്ലോ, സോറി, നമ്മുടെ 2 പേരിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? അത് ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് പണി നടക്കുന്ന അതിൻ്റെതായ സൗണ്ടാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പം കമ്പാരിറ്റീവ്ലി എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എല്ലാത്തിനും ചിലവാക്കുന്നതൊന്നുമല്ല. ഷോപ്പിംഗ് ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിലവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ കമ്പാരിറ്റീവ്ലി ഞാനാണ് ചിലവാക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഓവറാക്കിയിട്ട് ചിലവാക്കുന്നില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ 2 പേരിൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ആരാണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിങ്ങനാണ്, എങ്കിലും ഇതിങ്ങനെയുമാണ്. കാരണം 2 പേരും 2 രീതിക്കാണ്. ഇക്കാന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര കമ്മ്യൂണിക്കേഷൻസ് നിലനിർത്തുന്നതാണെന്നല്ല, പക്ഷെ ഇക്കാക്കുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അത് ഇപ്പോൾ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ്. ഞാനെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോഴും വിളിക്കാറ് അങ്ങനൊന്നുമല്ല. വല്ലപ്പോഴെങ്കിലും മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്, ആ ഒരു രീതിയിൽ. പിന്നെ ഇപ്പം എനിക്കൊരു റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ഞാനങ്ങ് വിടാറുമുണ്ട്. ഞാനായിട്ട് പിന്നെ ഒരു എഫേർട്ട് എടുക്കത്തില്ല ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട്. ഫ്രണ്ട്ഷിപ്പിലാവട്ടെ എന്തിലും ആവട്ടെ എഫേർട്ട് എടുക്കാറില്ല. പക്ഷെ ഇക്ക അങ്ങനെയല്ല. ഇക്ക എല്ലാവരുടെ അടുത്തും ഒരേപോലെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉള്ളത് ഇക്കാക്ക് സ്ട്രോങ് ആണ്. അത് ഇക്കാക്ക് ഒരിതാണ്. അത് വലിയൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് 3ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ആരാണ് ഭയങ്കര ഫുഡി? അത് ഡൗട്ടേ ഇല്ല. ഫുഡിയിലല്ല, എനിക്കിങ്ങനെ പുതിയ ഐറ്റംസ് അല്ല, പിന്നെ എനിക്ക് ഡിഷസ് എന്നല്ല, ഞാനൊരു കാര്യം ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇക്ക ഭയങ്കരമായിട്ട് നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആളല്ല. ഞാൻ പക്ഷെ നോൺ വെജിൻ്റെ ആളാണ്. പിന്നെ എനിക്ക് പുറത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. എനിക്ക് പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മാത്രമേ കഴിക്കത്തുള്ളൂ. എനിക്ക് മടുക്കുന്നവരെ ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്. പിന്നെ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് ഓവർ അറ്റാച്ച്ഡ് ആവുന്നത് ആരാണ്? അതും ഞാൻ എന്നേ പറയത്തുള്ളൂ. കാരണം ഞാൻ ഇങ്ങനെ പരമ്പരാഗതികളൊന്നും നോക്കത്തില്ല. ഞാൻ പെട്ടെന്നായിട്ട് ഓവർ അറ്റാച്ച്ഡ് ആവും. പിന്നെ അതുപോലെ എനിക്ക് എൻ്റെ പണിയൊക്കെ കിട്ടുമ്പോൾ ഞാൻ നല്ല രീതിക്ക് നല്ല കുട്ടിയാവും. പെട്ടെന്ന് ഞാൻ ഓവർ അറ്റാച്ച്ഡ് ആവും. അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ കുറേയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പം ഒരു നെഗറ്റീവ് വൈബ് ഒരാളത്തുനിന്ന് ഫീൽ ചെയ്താൽ പിന്നെ ഞാൻ അതിലോട്ട് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ്. പക്ഷെ അതുവരെ പിന്നെ ഇൻ കേസ് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യാനായിട്ട് പോകാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കളഞ്ഞതാ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നാം. പക്ഷെ എനിക്കത് നല്ലൊരു പോസിറ്റീവ് കാര്യത്തിന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. പിന്നെ ഭയങ്കര ഇമോഷണലായിട്ട് ഓവർ അറ്റാച്ച്മെൻറ്റും ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നത് സെയിം ആണ്. അത് ഞാൻ തന്നെയാണ് ഇപ്പോൾ നേരത്തെ അതിനുള്ള റിപ്ലൈ പറഞ്ഞല്ലോ. പിന്നെ നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ്, ക്ഷമ ആർക്കാണ്? പിന്നെ ഞാൻ ഇക്കാടെ പേരെ പറയത്തില്ല, ഒരിക്കലുമില്ല. കാരണം ഇക്കായും എൻ്റെ ഉമ്മയൊക്കെ സെയിം കാറ്റഗറിയാണ്. ഒരു കാരണം തളിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാൻ പറയുന്ന ആൾക്കാരാണ് ഇവർ 2 പേരും. ഇക്കായും ഉമ്മയൊക്കെ സത്യം എനിക്ക് അത്രയും ക്ഷമയില്ല. എനിക്ക് അതിൽ നിന്നും നല്ല കുറവാണ് ക്ഷമ. എനിക്കങ്ങനെ പെട്ടെന്ന് ഇപ്പം എൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പിന്നെയും റിയാക്ട് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ക്ഷമ എനിക്ക് സീരിയസ്ലി എനിക്ക് കുറവാണ്. അമ്മായും മിക്കായൊക്കെ ഞാൻ എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, സമ്മതിക്കണം, സത്യം ഇത്രയും ക്ഷമ സമ്മതിക്കണം, എന്നെ കൊണ്ട് പറ്റത്തില്ല. ക്ഷമ ഞാൻ എൻ്റെ ഒരിക്കലും പറയത്തില്ല. പിന്നെ നമുക്കിടയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാര്യങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് സോറി പറയുന്ന ആരാണ്? അത് ഞാൻ ഇങ്ങനാണ്. കാരണം ഞാൻ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ സോറി പറയും. അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റില്ല. പിന്നെ ഒരു റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അതും ഓക്കെ. അല്ലാണ്ട് എനിക്ക് തോന്നുകയാണ് ഓക്കെ ഇതിലൊരു തെറ്റുണ്ടെന്നോ, അല്ലാണ്ട് ഞാൻ സോറി പറയാൻ നിൽക്കത്തില്ല. പിന്നെ ഞങ്ങൾ
സംസാരിച്ച് നമ്മൾ ക്ലിയർ ചെയ്യും. അത് ഇക്കാര്യം ആണെങ്കിൽ ശരി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വാശിയുടെ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ കട്ടയ്ക്ക് എനിക്ക് എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കട്ടയ്ക്ക് നിൽക്കും. ഇക്കാര്യം സെയിം അതുപോലെയാണ്. അതുകൊണ്ട് സോറി പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ എൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ പറയും, ഇക്കാരുടെ ഭാഗത്താണെങ്കിൽ ഇക്ക പറയാം. അതൊരു ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്കിടയിൽ വൃത്തിയാക്കാൻ കൂടുതൽ അതും ഞാൻ ഇങ്ങനെ പറയും. കാരണം വൃത്തി രണ്ടുപേർക്കും ഒരേപോലെയാണ്. ഇപ്പൊ വീട് അലമ്പായി കിടക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തിരക്കാണ്, ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇക്കാത് ചെയ്യും. ഇൻ കേസ് ഇക്കാതെ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാനത് ചെയ്യും. അതുകൊണ്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അത് രണ്ടുപേർക്കും ഏകദേശം സെയിം ആണ്. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ട്രാവൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇക്കാര്യം പറയാം. ഇക്കാക്ക് ഭയങ്കര ട്രാവൽ ചെയ്യാൻ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിഷ്ടമെന്നല്ല, എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ വൊമിറ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് മടിയും ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ എനിക്ക് ഇച്ചിരി മടി കൂടുതലാണ്. പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വൊമിറ്റിംഗ് ഒക്കെ ആകുമ്പോൾ ഞാൻ ഫുള്ളി ടയേർഡായാൽ പോകുന്ന ട്രിപ്പേ ഞാൻ അലമ്പാക്കും. അതുകൊണ്ട് ഞാൻ ബാക്കിലോട്ടാണ് അതിൽ. പിന്നെ കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടവും കുക്കിംഗ് നന്നായിട്ട് ചെയ്യുന്നതും ആരാണ്? എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. കുക്കിംഗ് ചെയ്യാനും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ്. പിന്നെ ഫാഷൻ സെൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫാഷൻ സെൻസ് ഉണ്ടെന്നല്ല, കമ്പാരിറ്റീവ് ഞങ്ങൾ തമ്മിൽ ഫാഷൻ സെൻസ് കൂടുതൽ ആൾക്കാണ്. ഞാൻ എന്നെ പറയും. ഇക്കാക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മാരേജിന് മുന്നേയൊക്കെ ഭയങ്കര അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും എടുക്കാൻ അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. ഇപ്പം കുറെയൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇക്കാക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ പൊസസീവ് ആരാ? ഞാനാണ്. പക്ഷെ ഞാൻ ഭയങ്കര പൊസസീവാണ്, തൊട്ടതിനെ പിടിച്ച് അങ്ങനെയല്ല. ചെറിയ കാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങളിൽ ഞാൻ പൊസസീവാണ്. ഇക്കാതിന് അങ്ങനെയാണ്. ഇക്കാ വെറൈറ്റി ഒരാളാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉറക്കം കൂടുതൽ ആൾക്കാർ അങ്ങനല്ല. ഉറക്കം എന്ന് വെച്ചാൽ ഞാൻ ഡെലിവറിക്ക് മുന്നേറെ ഞാൻ പിന്നെ കറക്റ്റ് ഉറങ്ങി അങ്ങനെയായിരുന്നു. ഡെലിവറിക്ക് ശേഷം എന്റെ രാത്രി ഞാൻ ഉറങ്ങാറില്ല. എനിക്ക് ഉറക്കമേ ഇല്ല ഡെലിവറി. ഇപ്പോഴും അതെ, ഞാൻ ഉറങ്ങുന്ന 3 മണി 4 മണി. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആവും. എന്നും അങ്ങനെയൊന്നും ഓഫീസിലൊക്കെ പോകുമ്പോ ഞാൻ കറക്റ്റ് എനിക്ക് 2 ദിവസം പോയാൽ മതി. അപ്പൊ 6 ദിവസം പക്കായിരിക്കും. എല്ലാ ദിവസം എനിക്ക് ഇച്ചിരി പാടാണോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉറങ്ങുന്നത് 3 മണി 4 മണി സമയത്ത്. അപ്പൊ അതനുസരിച്ച് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആവും. അതിന്റെ പ്രശ്നം വരും. പിന്നെ മടി വേറൊന്നുമല്ല, എനിക്ക് മടി ഒത്തിരി നല്ല കുറച്ചധികം കൂടുതലാണ്. അധികം എന്ന് വെച്ചാൽ അധികം. എനിക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഇക്കാവട്ടെ ഇക്കാവട്ടെ ഉമ്മ ആവട്ടെ എല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. ഞാനിപ്പോൾ റിസൈൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 വർഷം ആവാൻ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഡെലിവറി അടുപ്പിച്ചിട്ട് റിസൈൻ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ എല്ലാവരും പറയും നീ ജോബ് നോക്ക്, നീ എന്തിനിങ്ങനെ മടി പിടിച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട് ജോബ് നോക്കണം, ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല. പക്ഷേ ഭയങ്കര മടിയാണ്. അതെനിക്ക് മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അത് അതിനല്ല, എല്ലാ കാര്യത്തിലും മടി എനിക്ക് തന്നെയാണ്. അത് മാറ്റണം. പിന്നെ ടെൻഷൻ കൂടുതൽ ആൾക്കാണ്, ഒരു ഡൗട്ടും ഇല്ല. കാരണം ഞാൻ ടെൻഷൻ അടിക്കും ഇല്ല എന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് ടെൻഷൻ അടിച്ചത് കളി. കാരണം കഴിഞ്ഞു പോയ കാര്യം ഇപ്പൊ ടെൻഷൻ അടിക്കും നമ്മൾ ആ പ്രസന്റിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ചായിരിക്കും. വരാൻ പോണ കാര്യങ്ങൾ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെന്താണ് ടെൻഷൻ നിൽക്കാന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ടെൻഷൻ സ്റ്റാൻഡെന്ന് പറഞ്ഞു വെച്ചോണ്ടിരിക്കും. എന്നെ കൂടാതെ പറ്റത്തില്ല. ഞാൻ ടെൻഷൻ അടിച്ച് ഞങ്ങളത് കളയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഇക്ക അതിൽ സ്റ്റക്കായി പോകും. അതുകൊണ്ട് ഇക്കാക്ക് തന്നെയാണ്. പിന്നെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതിന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തന്നെയാണ്. പിന്നെ മറവി കൂടുതൽ എന്നാലും കൂടുതൽ എനിക്കാണ്. അങ്ങനെ മറവിയുന്നില്ല. എനിക്കിപ്പം ഞാനിപ്പം ജസ്റ്റ് ഇപ്പൊ നിസ്സാരമായൊരു കാര്യമായിരിക്കാം, ഇതെടുത്ത് അപ്പുറത്ത് വെക്കണം, ഇതെടുത്ത് ഇപ്പുറത്ത് വെക്കണമായിരിക്കാം. ഞാനത് മറന്നു, എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര ഇപ്പൊ എനിക്ക് നല്ല മറവിയുണ്ട്. എനിക്ക് നല്ല മറവിയെന്ന് വെച്ചാൽ നല്ല മറവിയുണ്ട്. ഞാനൊക്കെ എന്തുപറ്റി എനിക്ക് അതുകൊണ്ട് മറവി കൊടുക്കാൻ എനിക്കാണ്. പിന്നെ ശ്രദ്ധ കുറവാക്കാണ്, അതും ഞാൻ തന്നെ.
എനിക്ക് ഭയങ്കര കുറവാണ്. ഞാൻ ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. അതാണ്, അതുകൊണ്ട് ശ്രദ്ധ കുറവ് എനിക്ക് തന്നെയാണ്. പിന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം വീഡിയോ എടുക്കാൻ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് എപ്പോഴും ഇരുന്നാലും അവളെ സമ്മതിക്കാറില്ല. അവളീ പേപ്പറും എല്ലാം എടുത്തോണ്ടിട്ട് പോകണം. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനിയിപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. Yes. Bye.